ഹലോ കൂട്ടുകാരെ, സുഖമാണ് എല്ലാവർക്കും. ഒരു ബീഫ് എന്ന് പറയുമ്പോൾ ഒരു പഴയ രീതിയിൽ വരട്ട് പഴയ രീതിയിൽ നമ്മൾ അമ്മയൊക്കെ പണ്ട് ചെയ്തു തരുന്ന രീതിയാണ് കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇറച്ചിയിൽ എല്ലാ മസാലയും പുരട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചട്ടിയിൽ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പിലയൊക്കെ ഇട്ട് താളിക്കണം. അത് നല്ലപോലെ ചോപ്പിച്ചെടുക്കണം. അത് നമ്മൾ നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇറക്കണം. പഴയ രീതിയാണ്. അതിൻ്റെ ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ ഇത്തിരി ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അതുപോലെ ഇറച്ചിയിൽ മസാല നല്ലപോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഇത്തിരി നല്ല ചുമക്കണം. ഇഞ്ചി നമ്മുടെ ഇത്തിരി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് ഇറച്ചി ഇടാം. മസാല പിടിപ്പിച്ചതിന് ഇറച്ചി ഫുള്ളായിട്ടാണ് കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഉപ്പ് എല്ലാ മസാലകളും സാധാരണ നമ്മൾ ഇറച്ചിയിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, അത് മസാല എല്ലാം ഇട്ട് പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി പ്രത്യേകിച്ച് പൊടികളൊന്നും ഇടിച്ചുകൊണ്ട് എല്ലാം ആവശ്യത്തിന് ഉപ്പും എല്ലാം പാകത്തിനിട്ട് റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ മസാല പിടിപ്പിച്ച് വെച്ചിരുന്നു. ഇങ്ങനെ വെച്ചേക്കണമെന്നില്ല, നമുക്ക് മസാല വെച്ചപ്പോഴത്തന്നെ നമുക്കിത് ഇടാം, കുഴപ്പമില്ല. നേരത്തെ എടുത്ത് അതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കാം. അതൊക്കെ നല്ല ഇളക്കം പിടിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. പഴയ രീതിയാണിത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് മൂടി തുറന്നപ്പോൾ അതിൽ നിന്ന് വെള്ളം എല്ലാം ഊറി ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വെള്ളം എല്ലാം ഊറി ഇറങ്ങി പിന്നെ അതെല്ലാം ഇനി വറ്റും. ഇത്തിരി നേരം അടച്ച് വെച്ചിട്ട് വേവിക്കണം. ബീഫല്ലേ, ഒത്തിരി വേവുണ്ട്. അത് ഈ പരുവത്തിലായി അടിപൊളിയായിട്ട് നമുക്ക് വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ബീഫ് വരട്ട് റെഡി.